ചനെ കൊണ്ടാണ് ഇതൊക്കെ. അത് അത്ര അതൊരു 5/8 സ്ക്രൂ ആണ് ചെയ്തിരിക്കുന്നത്. ഒറ്റ സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചാണ് ഷീറ്റ് എന്ന് പറഞ്ഞത് നേരിയ ഷീറ്റാണ്, അലുമിനിയത്തിൻ്റെ. എല്ലാ കൂട്ടുകാർക്കും JP നെറ്റ്വർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വളരെ കുറഞ്ഞ ചെലവിൽ നല്ല അടിപൊളി ഒരു സീബാൻ ഡിഷ് നിർമ്മിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോ നമുക്ക് അയച്ചു തന്നിരിക്കുന്നത് കോഴിക്കോട് നിന്നുള്ള പ്രദീപ് കുമാർ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് നമ്മുടെ JP നെറ്റ്വർക്കിൻ്റെ പേരിൽ എല്ലാവിധ നന്ദിയും പറഞ്ഞുകൊള്ളുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ ഡിഷിൻ്റെ കുറിച്ചും മറ്റു കാര്യങ്ങളും നമ്മുടെ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമുക്ക് സെൻഡ് ചെയ്ത് തരാം. നമ്മൾ നമ്മുടെ ചാനൽ വഴി അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ കുറച്ചധികം വീഡിയോസ് നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്. പലരും നമുക്ക് അയച്ചു തന്ന വീഡിയോസൊക്കെ തുടർന്നും നിങ്ങളുടെ വീഡിയോസൊക്കെ നമുക്ക് സെൻഡ് ചെയ്ത് തരാണെങ്കിൽ നമ്മൾ നമ്മുടെ ചാനൽ വഴി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഒരു അടി വലിപ്പമുള്ള ഒരു പേപ്പറിനകത്ത് ഇതേമാതിരി വരച്ചിട്ട് നമ്മൾ ഇരുമ്പിൻ്റെ ഒരടി ഷീറ്റിൽ ഒട്ടിച്ച് വെച്ചിട്ട് ഇതിൽ കാണുന്ന ആ കുത്തുള്ള ആ ടൈപ്പിൽ ഡ്രില്ല് ചെയ്തിട്ട് തുളയ്ക്കണം. അത് നമുക്കൊന്നുകിൽ ഇവിടെ നിന്ന് ചെയ്യാം, അതല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ നിന്ന് ചെയ്യാം. ആ രീതിയിൽ തുളച്ച് കഴിഞ്ഞ് കാണിച്ചാൽ നമ്മൾ ഇതിൻ്റെ ബേസിൻ്റെ വർക്ക് കഴിയും. നമ്മൾ ഇങ്ങനെ ഒരേ രീതിയിൽ അടയാളപ്പെടുത്തിയിട്ട് കറക്റ്റ് അളവിൽ തുളയ്ക്കുന്നതാണ്. അങ്ങനെ തുളച്ച് കഴിഞ്ഞാൽ ബേസ്മെൻറ്റിൻ്റെ പണി അത്രേ ഉള്ളൂ. ഇതിൻ്റെ കനം 4 ഇഞ്ച് കനത്തിലുള്ള ഷീറ്റ് കിട്ടുകയാണെങ്കിൽ അതാ നല്ലത്. അത് സ്ക്വയർ ആയാലും പ്രശ്നമില്ല. നമുക്ക് വേണ്ടത് 1 ഇഞ്ച് വണ്ണം ഉള്ള അലൂമിനിയത്തിൻ്റെ പൈപ്പാണ്. അത് ഒരു ലെങ്ത്ത് പറഞ്ഞാൽ 12 ഫീറ്റാണ് ഉണ്ടാകുക. നമുക്ക് ഒരു ലെങ്ത്ത് വാങ്ങിയാൽ 4 ഫീറ്റിൻ്റെ 3 കഷ്ണം ആക്കിയിട്ട് കട്ട് ചെയ്യണം. അങ്ങനെ കട്ട് ചെയ്ത് 4 ഫീറ്റിൻ്റെ 20 കഷ്ണമാണ് നമുക്ക് വേണ്ടത്. അപ്പം അത് ബെൻഡ് ചെയ്യാനാണ് നമുക്ക് കുറച്ച് സമയം പിടിക്കുക. അത് ബെൻഡ് ചെയ്യുന്ന രീതി നമ്മൾ ഈ വീട്ടിൽ നിന്ന് ചെലവ് ചുരുക്കി ഉണ്ടാക്കുന്നതിനെ കൊണ്ട് ബെൻഡ് സ്വന്തം മിഷൻ ഇല്ലാതെ തന്നെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ബെൻഡ് എങ്ങനെയാണെന്ന് അളവ് കണക്കാക്കുന്നതും അടുത്ത ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഉണ്ടാക്കിയ രീതിയിലുള്ള ബെൻഡ് ചെയ്തതും അതിൻ്റെ ബെൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂൾസും സാധാ ടൂൾസ് തന്നെയാണ്. വേറെ ഒരുവിധ ടൂൾസും ഉപയോഗിച്ചില്ല. വെറും ഒരു ഡ്രിൽ മെഷീൻ മാത്രമേ ഉള്ളൂ. അതിന് ഡ്രിൽ മെഷീൻ ഉള്ളവർക്ക് അത് ഉപയോഗിക്കാം, അല്ലാത്തവർക്ക് അത് ഒരു ഡ്രിൽ മെഷീൻ വേണം വാടക എടുത്താലും മതി. ഇത് ബെൻഡ് ചെയ്യാനുള്ള രീതിയാണ് പറയുന്നത്. വെച്ചോ. അലുമിനിയത്തിന് സ്ക്വയർ പൈപ്പ് ഇല്ലാത്തതിൻ്റെ കാരണമാണ് ഞാൻ അലുമിനിയത്തിൻ്റെ ഒരു ചാനൽ ബെൻഡ് ചെയ്യുന്ന മോഡലാണ് കാണിച്ചു തന്നത്. അത് സ്ക്വയർ പൈപ്പാണ്, മെല്ലെ ബെൻഡ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ വളഞ്ഞു പോകും. അതിനാണ് തുണിയും
വെച്ചത്. പിന്നെ ആമ്പറിനകത്ത് തുണി ചുറ്റിയിട്ടൊക്കെയാണ് അത് വളച്ചുണ്ടാക്കുക. എന്നുവെച്ചാൽ പൈപ്പ് വളരെ കനം കുറവായിരിക്കും. അടുത്തായി നമുക്ക് അതിൻ്റെ ക്ലാമ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണിപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ക്ലാമ്പ്. ഇതൊരു എൽ ഷേപ്പ് കനമുള്ള അലുമിനിയത്തിൻ്റെ ബീഡിങ്ങാണ്. കനമുള്ള ടൈപ്പാണ്, ഉണങ്ങൂല. അപ്പോൾ ഇതിങ്ങനെ തുളയ്ക്കുക. ഈ രീതിയിൽ തുളച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് റിബ് വളച്ച് കഴിഞ്ഞാൽ റിബിൻ്റെ അറ്റം ഈ രീതിയിൽ ആയിരിക്കും മോൾസ് വരിക. ക്രോസായി കട്ട് ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിത് എങ്ങനെ ഫിറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. ഈ രീതിയിലാണ് ക്ലാമ്പ് ഫിറ്റ് ചെയ്താൽ റിബിൻ്റെ എൻഡ് വരുന്നത്. നമുക്കിത് ഔട്ടറിൽ അതിന് 8 ഫീറ്റിൻ്റെ ഔട്ടർ ഇതേമാതിരി നിങ്ങൾ വരച്ചിട്ട് ബെൻഡ് ചെയ്തെടുത്താൽ മതി. അത് ഔട്ടറിൻ്റെ ഇതിൽ ഫിറ്റ് ചെയ്യുന്നതിനുള്ള രീതി ഇങ്ങനെ ആയിരിക്കും. ഈ രീതിയിലാണ് ഔട്ടറിന് മുകളിൽ ഫിറ്റ് ചെയ്താൽ വരിക. ഈ ചെറിയ കഷ്ണം നമ്മൾ ഔട്ടറിൻ്റെ ചെറിയ കഷ്ണം ഇത് വെച്ചാണ് ഈ രീതിയിൽ ക്ലാമ്പ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ല ഉറപ്പിലായി. അപ്പോൾ ഇതിന് ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ 8 ഫൂട്ടിൻ്റെ ഒരു ഔട്ടർ വരച്ചിട്ട് അതേ രീതിയിൽ ബെൻഡ് ചെയ്ത് എടുത്താൽ മതി. അത് ജോയിൻ്റ് ചെയ്യുന്ന ആ ജോയിൻറ്റിൻ്റെ ഒരു ഫിറ്റ് ചെയ്ത ഡിഷിൻ്റെ ജോയിൻ്റ് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാം. ആണ് 8 ഫൂട്ടിൻ്റെ ഔട്ടർ വരുന്നത്. ഔട്ടറിൽ ഇങ്ങനെ വരുന്നത് ഇതാണ് ജോയിൻ്റ്. 2 പീസ് കനമുള്ളത് അപ്പുറം വെച്ചിട്ട് ജോയിൻ്റ് ചെയ്തതിൻ്റെ ഇതാണ് കാണുന്നത്. പിന്നെ ഷീറ്റ് ഷീറ്റ് ആ വൈറ്റ് തിളങ്ങുന്ന പെയിൻ്റ് അടിച്ചതിനെ കൊണ്ടാണ് ഇതൊക്കെ. അത് അത്ര അതായത് 5/8 സ്ക്രൂ ആണ് ചെയ്തിരിക്കുന്നത്. 8 ബോൾട്ട് ഇട്ടിട്ടില്ല. സ്ക്രൂ ചെയ്ത് പിടിപ്പിച്ചാണ് ഷീറ്റ് എന്ന് പറഞ്ഞത് നേരിയ ഷീറ്റാണ്, അലുമിനിയത്തിൻ്റെ. അതിൻ്റെ ഷീറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതാണ് ഷീറ്റിൻ്റെ കഷ്ണങ്ങളാണിതൊക്കെ. ഈ സൈസ് ഷീറ്റാണിത്. ഈ ഷീറ്റ് നമ്മൾ ഈ പത്രം അടിക്കുന്ന പത്രത്തിൻ്റെ ഓഫീസിൽ നിന്ന് വാങ്ങുന്ന ഷീറ്റാണ്. അലൂമിനിയം ആയിരിക്കും. ഇതിൻ്റെ ഒരു പത്രത്തിൻ്റെ വലിപ്പമാണ് ഉണ്ടാകുക. അപ്പോൾ അത് കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ അടിക്കുന്നത്. പിന്നെ ഫോക്കലത്ത് കാണാനുള്ള എളുപ്പവഴിയൊക്കെ ഉണ്ട്. ഇതാണ് നമ്മളെ ഡിഷ് 8 ഫൂട്ടിൻ്റെ ഉണ്ടാക്കിയത്. പിന്നെ സ്റ്റാൻഡ്, ഇത് നമ്മളെ 6 ഫൂട്ടിൻ്റെ സ്റ്റാൻഡ് ഫ്രീ ആയി കിടക്കുന്നത് കണ്ടപ്പോൾ ഇതിട്ടാണ്. ഇതേ രീതിയിൽ നമുക്ക് സ്ക്വയറായിട്ട് വേണമെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും. 1000 റുപ്യൻ്റെ ചോടേ വരുള്ളൂ ഇത് ടൈപ്പിൽ സ്ക്വയറിൽ ഉണ്ടാക്കണമെങ്കിൽ. അതല്ലെങ്കിൽ വേറെ മോഡലുണ്ട്. ഞാൻ ഉണ്ടാക്കിയ ഒരു 20 ഈ കാണുന്നത് ഇതിന് മുന്നേ ഉണ്ടാക്കിയാണ്. ഇരുമ്പ് കൊണ്ട് ഉണ്ടാക്കിയാണ്. ഒരു 22 കൊല്ലം പഴക്കമുണ്ട്. ഇതിൻ്റെ സ്റ്റാൻഡിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതേ രീതിയിലാണ് സ്റ്റാൻഡ് ഉണ്ടാക്കിയത്. ഇത് ഇരുമ്പിനെ കൊണ്ട് ഉണ്ടാക്കിയാണ്. ഇരുമ്പിൻ്റെ ചാനലിൽ ഉണ്ടാക്കിയാണ്. 22 കൊല്ലമായി. ഷീറ്റ് ഇതേ ഷീറ്റ് തന്നെയാണ്. ഒന്ന് ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ഇരുമ്പിനെ കൊണ്ട് വെൽഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയാണ്. അതുകൊണ്ട് പെട്ടെന്നൊന്നും പണിയായിട്ടില്ല. ഇതാണ് നമ്മളെ ഇപ്പം ഉണ്ടാക്കിയ ഡിഷിൻ്റെ ഒരു മോഡൽ. ചാനലിൻ്റെ ഏഷ്യാനെറ്റിൻ്റെ പൊസിഷനിലുള്ള എല്ലാ ചാനലും നല്ല രീതിയിൽ കിട്ടുന്നതാണ്.